ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ചേലക്കര മെതുകിൽ റോഡരികിൽ ഉടമസ്ഥനില്ലാതെ കിടന്നിരുന്ന ബൈക്കിന്റെ ഉടമയെ CCV വാർത്തയെ തുടർന്ന് കണ്ടെത്തി. ചേലക്കര പോലീസിന്റെ ഇടപെടലിലൂടെ ഉടമയ്ക്ക് ബൈക്ക് കൈമാറി. മെതുക് ഭാഗത്ത് 2 ആഴ്ചയോളമായി റോഡരികിൽ പാർക്ക് ചെയ്ത നിലയിൽ കാണപ്പെട്ട ബൈക്കിന്റെ ഉടമസ്ഥനെ ഒടുവിൽ കണ്ടെത്തി. കോലഴി സ്വദേശിയായ സതീഷിന്റേതാണ് ഈ വാഹനമെന്ന് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 9 തീയതിയാണ് സതീഷിന്റെ ബൈക്ക് കാണാതായത്. ഇത് സംബന്ധിച്ച് വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും വാഹനത്തെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ മെതുകിൽ ഉടമസ്ഥനില്ലാതെ ഒരു ബൈക്ക് കിടക്കുന്ന വിവരം CCV വാർത്തയായി നൽകിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ചേലക്കര പോലീസ് അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും അന്വേഷണം ദ്രുതഗതിയിലാക്കുകയും ചെയ്തു. മെതുക് നിവാസികളായ പൊതുപ്രവർത്തകർ സന്തോഷ് കുമാറും ഉണ്ണിക്കുട്ടനും പോലീസുമായി നിരന്തരം ആശയവിനിമയം നടത്തിയത് ഉടമയെ വേഗത്തിൽ കണ്ടെത്താൻ സഹായകമായി. വളരെ സന്തോഷം. എനിക്ക് സന്തോഷം വളരെ സന്തോഷം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ സതീഷ് മെതുകിലെത്തുകയും സന്തോഷും ഉണ്ണിക്കുട്ടനും ചേർന്ന് ബൈക്ക് സതീഷിന് കൈമാറുകയും ചെയ്തു. 2 ആഴ്ചയായി കാണാതിരുന്ന ബൈക്ക് വാർത്തയിലൂടെ തിരികെ ലഭിച്ചതിലുള്ള വലിയ സന്തോഷം സതീഷ് CCVയുമായി പങ്കുവച്ചു. വണ്ടി പോയത് ലക്ഷത്തിന് 9 തീയതി 9/4/2025 വണ്ടി പോയത് മോർണിംഗിൽ പോയത് ഞാൻ വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. തിരക്ക് പിടിച്ചിട്ട് വെച്ച് പോയി, ബാങ്കിനുള്ളിൽ വെച്ച് പോയി വെഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ തിരിച്ചു വണ്ടി കാണാൻ ക്യാമറയിൽ ഇങ്ങനെ ഔട്ട്, ബട്ട് വണ്ടി ഉന്തിക്കൊണ്ട് പൈയെടുത്തുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ കണ്ട് ഞാൻ കേസ് കൊടുത്ത് പക്ഷെ ഒന്നും ആയില്ല. കാലിക്കറ്റ് ബീച്ച് 40-35 ബൈക്ക് സ്പ്ലെൻഡർ പ്രോ +1 ബൈക്ക് മോഷണം പോയിരുന്നു. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി കുറച്ച് വൈകി കിട്ടാൻ നോക്കിയൊന്നും കിട്ടിയില്ല. അവസാനം ജസ്റ്റ് സന്തോഷേട്ടനും ഉണ്ണിയേട്ടനും ഫോട്ടോ അയച്ച് ചേലക്കര വിഷാൻ്റെ ന്യൂസ് വന്ന ശേഷം സാറിനെ വിളിക്കുക ചെയ്തത്, സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിളിക്കുക ചെയ്തത്. വണ്ടി ഇവിടെ ഉണ്ട്, അതിനിവിടെ നന്ദിയുണ്ട്. സന്തോഷേട്ടനും ഉണ്ണിയേട്ടനും നന്ദിയുണ്ട്. പിന്നെ ചാനലുകാർക്കും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇതിനോട് നന്ദിയുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.